അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വകഫ. അസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യൽ മുസ്തഫ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഏറെ പ്രിയം നിറഞ്ഞ സഹോദരന്മാരെ, സഹോദരിമാരെ, 30 രാവുകളിലെ 12ാമത്തെ രാവിൽ ഇമാം അബ്ദുർ റസാഖ് അസ്സൻആനിയുടെ അൽ മുസന്നഫ് എന്ന് പറയുന്ന ഹദീസ് ഗ്രന്ഥത്തെ സംബന്ധിച്ചും അതിലെ ഹദീസുകളെ സംബന്ധിച്ചുമാണ് നമ്മുടെ സംസാരം. ഇന്ന് മുസന്നഫിൽ നിന്ന് നമ്മൾ എടുത്തുദ്ധരിക്കുന്ന ഹദീസ് ജാബിർ ഇബ്നു അബ്ദില്ല റളിയല്ലാഹു അൻഹുവിൻ്റെ ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ധാരാളം ഹദീസുകൾ ചെയ്ത 7 ആളുകളിൽ ഒരാളാണ്. ഏകദേശം 5ാമത്തെ സ്ഥാനമാണ് ജാബിർ ഇബ്നു അബ്ദില്ല റളിയല്ലാഹു അൻഹുവിന് ചില മുഹദ്ദിസുകൾ നൽകിയിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് ഹദീസ് വായിക്കുന്നിടത്ത് നമുക്ക് ആ ഭാഗങ്ങളെ വിശദീകരിക്കാം. അബ്ദുർ റസാഖ് അസ്സൻആനി അൽ മുസന്നഫ് എന്ന ഗ്രന്ഥത്തെ സംബന്ധിച്ച് ചിലപ്പോൾ വല്ലാതെ ആളുകൾ കേട്ടിട്ടുണ്ടാവില്ല. എന്നാൽ ഹദീസ് പഠന മേഖലയിലുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം സുപരിചിതമാണ്. കുത്തുബു സിത്ത എന്ന ഗ്രന്ഥങ്ങൾ രചിക്കപ്പെടുന്നതിന് മുന്നേ പണ്ഡിത ലോകം കൈകാര്യം ചെയ്തു വന്ന, പണ്ഡിത ലോകം ഒരുപാട് ഉപയോഗപ്പെടുത്തി പോന്ന ഒരു ഗ്രന്ഥമാണ് അൽ മുസന്നഫ്. മുസന്നഫ് അബ്ദുർ റസാഖ് സൻആനിയുടെ മുസന്നഫ് എന്ന ശ്രേണിയിൽ ഒരുപാട് കൃതികൾ വേറെയും കാണാം. മുസന്നഫ് ഇബ്നു അബീ ശൈബ. ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസങ്ങൾ നമുക്ക് ആ കൃതികളെ സംബന്ധിച്ച് പറയാം. നമ്മൾ പറഞ്ഞു, ഹദീസ് ഗ്രന്ഥങ്ങൾക്കൊരു സവിശേഷതകളുണ്ട്, പ്രത്യേകതകളുണ്ട്. ഓരോരുത്തരും ഓരോ ലക്ഷ്യങ്ങളിലാണ്, ഓരോ പ്രത്യേക ഉദ്ദേശങ്ങളിലാണ് അവരവരുടെ കൃതികളെ രചിച്ചു പോരാറുള്ളത്. സ്വഹീഹുകൾ എന്ന പേരിൽ, സുനനുകൾ എന്ന പേരിൽ, മുസ്നദുകൾ എന്ന പേരിൽ, മുസന്നഫുകൾ എന്ന പേരിൽ ഒക്കെ ഹദീസ് കൃതികളെ അതിൻ്റെ സവിശേഷതകളോടുകൂടി മനസ്സിലാക്കാൻ പറ്റുന്ന പാകത്തിൽ നാമകരണം ചെയ്തത് തന്നെ ഹദീസ് പഠന മേഖലയിലെ അതിവിശാലമായ സൂക്ഷ്മതയെ സംബന്ധിച്ചാണ് ഓർമ്മിപ്പിക്കുന്നത്. അൽ മുസന്നഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് അബ്ദുർ റസാഖ് സൻആനിയുടെ മുസന്നഫ് ഗ്രന്ഥത്തെ വിശകലനം ചെയ്യുന്ന ഭാഗത്ത് നമുക്ക് അതിനെപ്പറ്റി പറയാം. ആരാണ് അബ്ദുർ റസാഖ് അസ്സൻആനി? അസ്സൻആനി എന്ന പേര് നമുക്ക് സുപരിചിതമാണ്. സൻആ യമനിൻ്റെ തലസ്ഥാനമാണ്. ഇന്നും ആ പേരിൽ തന്നെയാണ് ആ നാട് സ്ഥിതി ചെയ്യുന്നത്, സൻആ എന്ന് പറയുന്ന നാട്. പക്ഷെ മലയാളത്തിലൊക്കെ പല പത്രങ്ങളിലും സന എന്നാണത് എഴുതി പോരാറുള്ളത് എന്നാണ്. ഇമാം അബ്ദുർ റസാഖ് അസ്സൻആനി, അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര് അബൂബക്കർ അബ്ദുർ റസാഖ് ഇബ്നു ഹമ്മാം ഇബ്നു നാഫി അൽ ഹിംയരി അസ്സൻആനി. കറകളഞ്ഞ ഒരു അറേബ്യൻ പശ്ചാത്തലത്തിൽ, അറേബ്യൻ കുടുംബത്തിൽ, അറേബ്യൻ പാരമ്പര്യത്തിൽ വളർന്നു വന്ന ഒരു മഹാപണ്ഡിതനാണ്. സൻആനി എന്ന പേരിനെ സംബന്ധിച്ച് നമ്മൾ പറഞ്ഞത് യമനിലെ ഷൻആ എന്ന് പറയുന്ന സ്വൻആ എന്ന് പറയുന്ന നാട്ടിലാണ് ജനിച്ചത്. അവിടെയാണ് വളർന്നത്. അതുകൊണ്ട് തന്നെ ആ നാട് പേരിൽ അദ്ദേഹം അറിയപ്പെടുകയും ചെയ്തു. അദ്ദേഹം ജനിച്ച വർഷം എന്ന് പറയുന്നത് ഹിജറ 126-ലാണ്. ഹിജറ 126. അറിവിനോടും അതുപോലെ തന്നെ ഹദീസുകളോടും ഒക്കെ വല്ലാത്ത ആഭിമുഖ്യമുള്ള ഒരു കുടുംബത്തിലാണ് ഇമാം അബ്ദുർ റസാഖ് അസ്സൻആനി ജനിച്ചു പോരുന്നത്, വളരുന്നത്. യമനിലെ വലിയ വിജ്ഞാന സദസ്സുകളിൽ അദ്ദേഹം അറിവന്വേഷിച്ച് കടന്നു പോകാറുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രാഥമിക വിദ്യാഭ്യാസം മുഴുവൻ യമനിലെ മഹാപണ്ഡിതന്മാരിൽ നിന്നാണ്. അറിവ് തേടിയുള്ള യാത്രകളിൽ അദ്ദേഹം ദീർഘയാത്രകൾ നടത്തിയതായി തന്നെ ചരിത്രം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും. മറ്റു മുഹദ്ദിസുകളെ പോലെ തന്നെ വലിയ വലിയ നാടുകളിലേക്കുള്ള ദീർഘദൂര യാത്രകൾ. അദ്ദേഹം യാത്ര പോയ നാടുകളെ സംബന്ധിച്ച് പറയാം. നമ്മൾ പറഞ്ഞാൽ ആദ്യം യമനിൽ തന്നെ, സൻആനിൽ തന്നെയുള്ള പണ്ഡിതന്മാരെ ഉപയോഗപ്പെടുത്തി. അത് കഴിഞ്ഞ് മക്കയിലേക്ക് യാത്ര പോയി, മദീനയിലേക്ക് യാത്ര പോയി, ഷാമിൽ തന്നെ പ്രത്യേകിച്ച് സിറിയ ഭാഗത്തുള്ള മഹാപണ്ഡിതന്മാരെ, മുഹദ്ദിസുകൾ അദ്ദേഹം ഉപയോഗപ്പെടുത്തി. ഇറാഖ് എന്ന നാടുകളിൽ മുഴുവൻ, കുഫ, ബസറ ഒക്കെ തുടങ്ങിയ നാടുകളിലൊക്കെ അദ്ദേഹം ഹദീസുകൾ അന്വേഷിച്ച് മഹാപണ്ഡിതന്മാരുടെ സദസ്സുകളിൽ നിറഞ്ഞു നിന്നിരുന്നതായി അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിൽ വായിക്കാൻ പറ്റുന്ന ഒരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെ ധാരാളം പണ്ഡിതന്മാരുണ്ടായി. നമ്മൾ പറഞ്ഞതുപോലെ ഇമാം അബ്ദുർ റസാഖ് സൻആനിയുടെ മഹാപണ്ഡിത കേസരിമാരിൽ, മഹാഗുരുനാഥന്മാരിൽ എണ്ണിപ്പറയുന്ന ഒരാളാണ് മഅ്മർ ഇബ്നു റാഷിദ്. ഓരോ ഹദീസ് വായിക്കുമ്പോഴും അതിലെ പരമ്പരയിൽ ഒരു പക്ഷേ മഅ്മർ എന്ന് കേട്ടിട്ടുണ്ടാവും. മഅ്മർ ഇബ്നു റാഷിദ് ഇദ്ദേഹം അബ്ദുർ റസാഖ് സൻആനിയുടെ പ്രധാന ഉസ്താദാൻ. ഒരുപാട് ഹദീസുകളും ഒരുപാട് വിജ്ഞാനങ്ങളും അദ്ദേഹം നുകർന്നിട്ടുണ്ട്. മാത്രമല്ല ഇമാം മാലിക് ഇബ്നു അനസ്, മദീനയിലെ ഇമാം ദാറുൽ ഹിജ്റ, അബ്ദുർ റസാഖ് സൻആനിയുടെ ഗുരുനാഥനാൻ. സുഫിയാൻ സൗരി ഇറാഖിലെ പ്രമുഖ മുഹദ്ദിസായിരുന്നു. താബികളിലൊക്കെ പ്രസിദ്ധരാണ് സുഫിയാൻ സൗരി അബ്ദുർ റസാഖ് സൻആനിയുടെ ഗുരുനാഥനാൻ. സുഫിയാൻ ഇബ്നു ഉയൈനയും അബ്ദുർ റസാഖ് സൻആനിയുടെ ഗുരുനാഥന്മാരിൽ ഏറെ അറിയപ്പെട്ട മഹാപണ്ഡിതനാണ്. അദ്ദേഹത്തിൻ്റെ വിദ്യാർത്ഥികൾ അഹ്മദ് ഇബ്നു ഹംബൽ അബ്ദുർ റസാഖ് സൻആനിയുടെ വിദ്യാർത്ഥികളിൽ അഗ്രഗണ്യനായിരുന്നു. യഹ്യ ഇബ്നു മഈൻ എന്ന പേര് ഇൻഷാ അല്ലാഹ് അദ്ദേഹത്തിൻ്റെ ഒരു ഗ്രന്ഥം വായിക്കുമ്പോൾ നമുക്ക് സുപരിചിതമാകും. യഹ്യ ഇബ്നു മഈൻ എന്ന് പറഞ്ഞാൽ
ഹദീസ് നിദാന ശാസ്ത്രത്തിൽ തന്നെ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു പേരാണ്. ഏതൊരു റാബിമാരെ സംബന്ധിച്ചും റാബിമാരുടെ സംബന്ധിച്ചുള്ള അഭിപ്രായങ്ങൾ ഫിഖയാണോ, ദുർബലനാണോ, വിശ്വസ്തനാണോ, യോഗ്യനാണോ എന്നുള്ള നിലക്കെല്ലാം പഠനം നടത്തി നിരൂപണം ചെയ്തിരുന്ന നഖ്ദുൽ ഹദീസിൽ നല്ല പാഠവമുള്ള മഹാപണ്ഡിതനാണ് യഹ്യ ഇബ്നു മഈൻ. ഹദീസ് നിരൂപണ ശാസ്ത്രത്തിലെ തന്നെ അഗ്രഗണ്യനാണെന്ന് പറഞ്ഞല്ലോ. ഇദ്ദേഹം അബ്ദുർ റസാഖ് സൻആനിയുടെ ശിഷ്യന്മാരിൽപ്പെട്ട ആളാണെന്നുള്ളതാണ് അവിടെ ഏറെ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം. ഇനി അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അതിൽ തന്നെ അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ല ഇദ്ദേഹത്തിൻ്റെ പ്രധാന ശിഷ്യന്മാരിൽ ഒരാളാണ്. അഹ്മദ് ബിൻ ഹംബൽ അബ്ദുർ റസാഖ് സൻആനിൻ്റെ ശിഷ്യൻ എന്ന് പറയുമ്പോൾ അബ്ദുർ റസാഖ് സൻആനിൻ്റെ റേഞ്ച് അപ്പോൾ മനസ്സിലാവും. അഹ്മദ് ബിൻ ഹംബൽ മാത്രമല്ല, യഹ്യ ബിൻ മഈൻ ഹദീസ് നിരൂപണ രംഗത്ത് ഇത്ര പ്രാധാന്യമുള്ള അല്ലെങ്കിൽ ഇത്ര പ്രസിദ്ധനായ ഒരാൾ വേറല്ല. ഹദീസ് റാവിമാരെ സംബന്ധിച്ച് ഇദ്ദേഹം ഫിഖയാണോ ദുർബലനാണോ എന്നുള്ള തലത്തിലുള്ള നിരൂപണം നടക്കുന്നിടത്ത് യഹ്യ ബിൻ മഈനിൻ്റെ അഭിപ്രായങ്ങൾ ഹദീസ് നിദാന ശാസ്ത്രത്തിലെ പണ്ഡിതന്മാർക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ്. കണിശരായ ആളുകളെ സംബന്ധിച്ച് പറയുമ്പോൾ കണിശത, കുറച്ച് സൂക്ഷ്മത വെച്ച് പുലർത്തുന്ന പണ്ഡിതന്മാരിൽ ഒരാളാണ്. യഹ്യ ബിൻ മഈൻ അബ്ദുർ റസാഖ് സൻആനിയുടെ ശിഷ്യനാൻ. യഹ്യ ബിൻ മഈൻ മാത്രമല്ല, സുഫിയാൻ സൗരി ആരാൻ? ഇറാഖിലെ മഹാമുഹദ്ദിസായിരുന്നു. നമുക്കറിയാം, താബിഈങ്ങളുടെ ഒക്കെ പേര് വായിച്ചു പോകുമ്പോൾ സുഫിയാൻ സൗരി, സുഫിയാൻ ഇബ്നു ഉയൈന, ഇതൊന്നും മറന്നുകൂടാത്ത അല്ലെങ്കിൽ നമ്മൾ ഒരിക്കലും മറന്നു പോവാത്ത പേരുകളാണ്. സുഫിയാൻ ഇബ്നു ഉയൈനയും അബ്ദുർ റസാഖ് സൻആനിയുടെ ശിഷ്യഗണങ്ങളിൽപ്പെട്ട മഹാപണ്ഡിതനാണ് എന്നാണ് ഈ ചരിത്രം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. ഏതായാലും ഇതൊക്കെ അലി ഇബ്നുൽ മദീനി, ഇസ്ഹാഖ് ഇബ്നു റാഹവൈഹി ഒക്കെ തുടങ്ങിയ മഹാപണ്ഡിതന്മാർ അബ്ദുർ റസാഖ് സൻആനിയുടെ ശിഷ്യന്മാരാണ്. അലിൽ മദീനിൻ്റെ ഒക്കെ ഗ്രന്ഥം ഇൻഷാ അല്ലാഹ് നമ്മൾ എടുത്ത് വായിക്കുമ്പോഴാണ് അദ്ദേഹം ആരാന്ന് മനസ്സിലാകുക. ഇസ്ഹാഖ് ഇബ്നു റാഹവൈഹിയൊക്കെ സംബന്ധിച്ചും നമുക്കറിയാം, ഇമാം ബുഖാരിയുടെ ഒക്കെ ഗുരുനാഥന്മാരായി നിലകൊണ്ട അദ്ദേഹമൊക്കെ പലപ്പോഴും അബ്ദുർ റസാഖ് സൻആനിയുടെ ശിഷ്യനായി നിലകൊണ്ടു എന്നുള്ളത്. ഇനി അദ്ദേഹത്തിന് ഒരുപാട് സ്ഥാനം ഇസ്ലാമിക ലോകത്ത് നമുക്ക് കാണാൻ കഴിയും. ഇസ്ലാമിക ലോകത്ത് ഇദ്ദേഹത്തിൻ്റെ വിശ്വാസം, അഖീദ തന്നെ ചർച്ച ചെയ്യപ്പെട്ടതാണ്. അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൻ്റെ വിശ്വാസം വെച്ച് പുലർത്തിയ ആളാണ് അബ്ദുർ റസാഖ് സൻആനിയും. പക്ഷേ അദ്ദേഹത്തിൽ ചില ആളുകൾ അദ്ദേഹത്തിലൊരു ഷിയയ്യത്ത്, തശയ്യുഅന് അഥവാ ഒരു ഷിയായിസം ചെറിയ രൂപത്തിൽ ചില ആളുകൾ ആരോപിച്ച് കാണാം, ചില പണ്ഡിതന്മാർ. എന്നാൽ അദ്ദേഹം ഒരിക്കലും ഷിയയല്ല, ഒരു തശയ്യുഇൽ അങ്ങേറ്റം കണിശത കാണിക്കുന്ന, മറ്റു സ്വഹാബികളെയൊക്കെ ജറഹ് ചെയ്യുകയോ മറ്റു സ്വഹാബികളെ വില കുറച്ച് കാണുകയോ ചെയ്യുന്ന ഒരാളുമല്ല. അലി റളിയല്ലാഹു അൻഹുവിനോട് ലേശം ഇഷ്ടം കൂടുതലുണ്ടായിരുന്നു എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ വരികളിൽ പലപ്പോഴും ചിലർ എടുത്തുദ്ധരിക്കാറുണ്ട്. അലിയോട് ഇത്തിരി സ്നേഹം കൂടുതലാണെങ്കിലും അബൂബക്കറിനെയോ ഉമർ റളിയല്ലാഹു അൻഹുവിനെയോ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെയോ ഒന്നും അദ്ദേഹം ഒരിക്കലും താഴ്ത്തി പറഞ്ഞിട്ടില്ല. റളിയല്ലാഹു അൻഹും അല്ലേ, അവരെ ഒരിക്കലും താഴ്ത്തി കെട്ടുകയോ, ഇനി അതല്ല ഈ ഒരു ചെറിയൊരു തശയ്യു ആരോപണം ഉണ്ട് എന്നുള്ളതുകൊണ്ട് അദ്ദേഹത്തെ സംബന്ധിച്ച് ഹദീസ് നിദാന ശാസ്ത്ര പണ്ഡിതന്മാരാരും ഉസൂൽ ഹദീസിലെ പണ്ഡിതന്മാരാരും ഇദ്ദേഹത്തിൻ്റെ ഹദീസ് ഗ്രന്ഥത്തിന് സ്ഥാനമില്ല, അതൊരിക്കലും സ്വീകാര്യമല്ല എന്ന് പറഞ്ഞിട്ടില്ല. കാരണം ഇദ്ദേഹത്തിൻ്റെ കറകളഞ്ഞ വിശ്വാസത്തെ സംബന്ധിച്ച് അവർക്കറിയാം. അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൻ്റെ വിശ്വാസമായിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്നത് എന്നാണ് ഇമാം ദഹബിയൊക്കെ അദ്ദേഹത്തിൻ്റെ സിയറിൽ ഉദ്ധരിക്കുന്ന വരികളായി നമുക്ക് കാണാൻ കഴിയുന്നു. ഒരു സഹാബിയെയും ഇദ്ദേഹം നിന്ദിച്ചിട്ടില്ല. എന്നാൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു എന്നിവരെക്കാൾ എനിക്ക് അലിയെ ഇഷ്ടമായിരുന്നു എന്ന് അദ്ദേഹം അലി ശ്രേഷ്ഠനാണ് എന്ന് അദ്ദേഹം പറഞ്ഞതായിട്ടുള്ള ചില അഭിപ്രായം അദ്ദേഹത്തിൻ്റെ വരികളിൽ കാണാൻ സാധിച്ചു. അതുകൊണ്ടാണ് ചില ആൾക്കാർ തശയ്യു ഉണ്ടെന്ന് പറഞ്ഞത്. ശരിക്കലും ഒരു ഈ ചായ്വ് അദ്ദേഹത്തിൻ്റെ വിശ്വാസ കാര്യങ്ങളിൽ കടന്നു വന്നിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതൊരിക്കലും അദ്ദേഹത്തിൻ്റെ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന കാര്യത്തിന് ഒരിക്കലും അതെന്ത് ചെയ്യുന്നില്ല, കോട്ടം തട്ടുന്ന ഒരു കാര്യവുമല്ല. ഒരിക്കൽ അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, ഞാൻ ഇമാം അബ്ദുർ റസാഖ് സൻആനിയേക്കാൾ ഹദീസ് നന്നായി അറിയുന്ന മറ്റൊരാളെ കണ്ടിട്ടില്ല എന്നാണ്. ഒരു ഹദീസിനെ നന്നായി മനസ്സിലാക്കിയ ആളുകളെ കൂട്ടത്തിൽ അബ്ദുർ റസാഖ് സൻആനി ഉണ്ട്. ഒരു ഹദീസിനെ നന്നായി മനസ്സിലാക്കുക എന്ന് പറയുമ്പോൾ ഒരു ഹദീസിന് ഒരു പരമ്പരയെ കൂടെ മാത്രം കേട്ടാലും വായിച്ചാലും ചിലപ്പോൾ ഹദീസിൻ്റെ പൂർണ്ണമായ ആശയം കിട്ടണമെന്നില്ല. ആ ഹദീസിനെ സംബന്ധിച്ചുള്ള മറ്റു റിവായത്തുകൾ, മറ്റു ഗ്രന്ഥങ്ങളിൽ മറ്റു റാവിമാരൊക്കെ അതിനെ വളരെ വിശാലമായി റിവായത്ത് ചെയ്യുന്ന ചില റിപ്പോർട്ടുകൾ കാണുമ്പോഴാണ് ഈ ഹദീസിൻ്റെ ഉദ്ദേശം ഇന്നതാണെന്ന് മനസ്സിലാകുക. പണ്ഡിതന്മാർ പറയാറുണ്ട്, ഇദാലം തജ്മഇൽ തുർക്ക്, നീ ഒരു ഹദീസിൻ്റെ പരമ്പരകളെ, തുർക്കുകളെ നീ ഒരിക്കലും ഒരുമിച്ച് കൂട്ടിയിട്ടില്ല എങ്കിൽ നിനക്കൊരിക്കലും ഒരു ഹദീസിനെ മനസ്സിലാവൂല എന്നാണ്. ഒരു ഹദീസിനെ കൃത്യമായി പഠിക്കൽ ആ ഹദീസിനെ സംബന്ധിച്ചുള്ള അടിവേരുകളും അതിൻ്റെ എല്ലാ ശാഖകളും ഒക്കെ പടർന്നു പന്തലിച്ച് നിൽക്കുന്ന സംഭവങ്ങളെ മുഴുവൻ ഒരുമിച്ച് കൂട്ടി അതിലേക്ക് ചിലപ്പോൾ പല റിവായത്തുകളിലും
കൂടുതലായുള്ള വരികൾ കാണാം, ചിലപ്പോൾ ചിലതിൽ കുറവായുള്ള വരികൾ കാണാം. ഇതിനെയൊക്കെ ചേർത്ത് വെച്ച് നോക്കുമ്പോഴാണ് ഒരു ഹദീസിൻ്റെ മൊത്തത്തിലുള്ള ആശയത്തെ കൃത്യമായി മനസ്സിലാവുക. ആ ഒരു ദൗത്യമാണ് മുഹദ്ദിസുകൾ നിർവഹിച്ചത്. ആ കാര്യത്തിൽ അബ്ദുറസാഖ് സ്വൻആനിയെ പോലെ മറ്റൊരാളെ ഞാൻ കണ്ടിട്ടില്ല എന്നാണ് അഹ്മദ് ബിൻ ഹംബലിന്റെ ഭാഷ്യം. ഒരിക്കലും യഹ്യ ബിൻ മഈൻ, നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, നിരൂപക, ഹദീസിനെ നിരൂപണം ചെയ്യുന്ന, ഹദീസ് പണ്ഡിതന്മാരെ നിരൂപണം ചെയ്യുന്ന ഒരു മേഖല, നഖ്ദുൽ ഹദീസ്, അതൊരു ഭാഗമാണ്. കാരണം നമുക്കറിയാം ജർഹു വ തഅദീൽ, ഒരു ഹദീസ്, ഒരു റാവിനെ സംബന്ധിച്ചുള്ള പഠനങ്ങൾ, ഹദീസ് റാവി യോഗ്യനാണോ യോഗ്യനല്ലേ എന്നുള്ളതെല്ലാം ആ റാവിയുമായി ബന്ധപ്പെട്ട് ഇൽമുർ റിജാൽ അതൊരു ഭാഗം തന്നെയാണല്ലോ. ആ മേഖലയിൽ അഗ്രഗണ്യനാണ് യഹ്യ ബിൻ മഈൻ. യഹ്യ ബിൻ മഈൻ പറയാണ്, അബ്ദുറസാഖ് സ്വൻആനി മുർത്തദാണെന്ന് ഇനി ഒരാൾ വാദിച്ചാലും, അയാൾ മതം മാറിയ ഒരാൾ എന്നാണ് ഒരാൾ എന്നോട് പറഞ്ഞതെങ്കിൽ പോലും ഞാൻ അദ്ദേഹത്തിൽ നിന്ന് ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത് ഉപേക്ഷിക്കില്ല എന്നാണ്. കാരണം അത്രക്കും സൂക്ഷ്മതയും കാര്യങ്ങളും അദ്ദേഹം ഹദീസ് നിദാന ശാസ്ത്രത്തെ സംബന്ധിച്ചുള്ള നല്ല വ്യക്തമായ ബോധവും വെച്ച് പുലർത്തിയിരുന്ന മഹാപണ്ഡിതനാണ്. അദ്ദേഹത്തിന്റെ വിശ്വാസ്യതയാണ്, അദ്ദേഹം അത്രമാത്രം സിഖത്താണ്. ചില ആൾക്കാർ തശയ്യോ പറഞ്ഞ് അദ്ദേഹത്തെ മാറ്റി നിർത്താൻ ശ്രമിച്ചപ്പോഴുള്ള മറുപടിയാണ് ഇതൊക്കെ. മുർത്തദ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അദ്ദേഹത്തിന്റെ ഹദീസ് സ്വീകരിക്കും എന്ന് പറയാനുള്ള കാരണം അത്രക്കും യോഗ്യനാണ്, സിഖത്താണ്, വിശ്വസ്തനാണ് അദ്ദേഹം എന്നാണ്. കണിശത, പ്രത്യേകിച്ച് ഒരു റാവിക്ക് ഒരു സിഖത്ത് എന്നുള്ള വിശേഷണം നൽകുന്നത് ഭയങ്കര പിശുക്കനാണ്. യഹ്യ ബിൻ മഈനൊക്കെ ഭയങ്കര മുതശദ്ദിദാണ്. പക്ഷെ അദ്ദേഹം ഒരു കാലത്ത് സിഖത്ത്, വിശ്വസ്തൻ എന്ന ഒരു ഇത് കൊടുക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ മഹത്വമാണ് അതവിടെ ഓർമ്മിപ്പിക്കുന്നത്. ഇമാം ദഹബിയൊക്കെ അൽ ഹാഫിൽ, നേരത്തെ പറഞ്ഞ പോലെ ഇമാം അൽ ഹാഫിൽ, ഷെയ്ഖുൽ ഇസ്ലാം എന്ന പേരൊക്കെയാണ് അബ്ദുറസാഖ് സ്വൻആനിക്ക് എന്ത് ചെയ്തിട്ടുള്ളത്, നൽകിയത്. ആ ഗ്രന്ഥമൊക്കെ വായിച്ചു പോരുമ്പോൾ ആ പേരിൽ ഇങ്ങനെ പറഞ്ഞത് കാണാം. ഏതായാലും സകല മുഹദ്ദിസുകളും, അഹ്ലുസുന്നന്റെ സകല മുഹദ്ദിസുകളും പറഞ്ഞു അദ്ദേഹം വിശ്വസ്തനാണ്, യോഗ്യനാണ്. അദ്ദേഹത്തിന്റെ ഗ്രന്ഥം കുതുബു സിത്തക്ക് മുമ്പ് ഒരുപാട് പണ്ഡിതന്മാർ ഉപയോഗപ്പെടുത്തിയതാണ്. കുതുബു സിത്തൊക്കെ പിൽക്കാലത്ത് വന്നതാണെന്ന് അർത്ഥം. അതൊക്കെ ഇമാം ബുഖാരി, ഇമാം മുസ്ലിം ഒക്കെ അവരുടെ ഹദീസ് പഠനത്തിന് വേണ്ടി ഉപയോഗിച്ച ഗ്രന്ഥങ്ങളാണ്. നമ്മൾ ഇന്നലെ പറഞ്ഞ ഇമാം ത്വയാലിസിയുടെയും മുസ്നദും, ഇമാം ത്വയാലിസിയുടെ മുസ്നദും, അതുപോലെ തന്നെ അബ്ദുറസാഖ് സ്വൻആനിയുടെ മുസന്നഫുകളുമെല്ലാം. ഇനി എന്താണ് മുസന്നഫ്? ഈ പേരിന്റെ ഒരു പ്രത്യേകത, നമ്മൾ നേരത്തെ പറഞ്ഞു മുസ്നദുകളൊരു വിഭാഗം, മുസന്നഫുകളൊരു വിഭാഗം. മുസന്നഫ് എന്ന് പറഞ്ഞാൽ അധിഷ്ഠിതമായി ഹദീസുകളെ ക്രോഡീകരിക്കുക. നേരത്തെ നമ്മൾ സുനൻ എന്ന് പറഞ്ഞു, അഥവാ കർമ്മശാസ്ത്രപരമായിട്ട് ഇങ്ങനെ ഹദീസുകളെ ക്രോഡീകരിച്ചതിനാണ് നമ്മൾ സുനൻ എന്ന് പറയുന്നത്, കിതാബു ത്വഹാറ മുതൽ. ഇത് ഇതേപോലെ ഓരോ വിഷയത്തിന്റെ അടിസ്ഥാനത്തിൽ. സന്നഫ എന്ന വാക്ക് എന്ന് പറഞ്ഞാൽ ശരിക്ക് രചിക്കുക എന്നൊക്കെയാണ് അർത്ഥം. ഇവിടെ മുസന്നഫ് എന്നത് മുസന്നഫ് ഇബ്നു അബീ ശൈബ ഇനി വരാനുണ്ട്. ഈ മുസന്നഫിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇതൊരു അധിഷ്ഠിതമായി, അതായത് ഒരു ഹദീസ് വിജ്ഞാന ശാഖയിലെ ഏറ്റവും പുരാതനമായ ആധികാരികമായ ഒരു ഗ്രന്ഥമായതുകൊണ്ട് തന്നെ അതിന് ആ ഒരു പൗരാണികമായ ഒരു കെട്ടും മട്ടും ആ ഗ്രന്ഥത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ കഴിയുമെന്നുള്ളതാണ്. അൽ മുസന്നഫ് എന്ന പേരാണ് ഇമാം അബ്ദുറസാഖ് ആ ഒരു ഗ്രന്ഥത്തിന് നൽകിയത്. കർമ്മശാസ്ത്രപരമായ വിഷയങ്ങൾക്കനുസരിച്ച് ക്രോഡീകരിച്ച ഗ്രന്ഥമാണ്. അതുകൊണ്ടാണ് ആ പേരിൽ അതറിയപ്പെട്ടതും. സുനന് എന്നും ആ ഒരു കാറ്റഗറി വേറൊരു രീതിയിൽ പറയപ്പെടാറുണ്ട് പിൽക്കാലത്ത്. പണ്ടൊക്കെ മുസന്നഫ് എന്ന പേരിലാണ് കർമ്മശാസ്ത്രപരമായ കൃതികളെ അവർ ക്രോഡീകരിച്ചു പോകുന്നത്. ഏകദേശം ഹിജറ 2-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിലും 3-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിലുമായി ഈ ഗ്രന്ഥം രചിക്കപ്പെട്ടുവെന്നാണ് ചരിത്രകാരന്മാർ പറഞ്ഞത്. ഏകദേശം ഹിജറ 211 അബ്ദുറസാഖ് സ്വൻആനി മരണപ്പെടുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ ഇമാം അബ്ദുറസാഖ് സ്വൻആനിയെ സംബന്ധിച്ചിടത്തോളം തൻ്റെ ദീർഘകാലത്തെ വിജ്ഞാന യാത്രകൾക്കും ഗുരുനാഥന്മാരിൽ നിന്നുള്ള ശേഖരണത്തിന് ശേഷം ആണ് ഇദ്ദേഹം ഈ ഹദീസുകൾ ക്രോഡീകരിച്ചത് എന്ന് നമ്മൾ മുമ്പ് പറഞ്ഞല്ലോ. കുറേ യാത്രകൾ നടത്തി, കുറേ പണ്ഡിതന്മാരിൽ കേട്ടു, എന്നിട്ടാണ് ഈ ഹദീസ് ഗ്രന്ഥത്തെ അദ്ദേഹം ക്രോഡീകരിച്ചത്. ഏകദേശം 2-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ 3-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ 211 ഇദ്ദേഹം, അത് 3-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ ഇദ്ദേഹം മരണപ്പെടുകയും ചെയ്തു. ഈ ക്രോഡീകരണം കഴിഞ്ഞിട്ടാണ് അദ്ദേഹത്തിൻ്റെ മരണം സംഭവിച്ചത്. മഅ്മർ ഇബ്നു റാഷിദിനെ പോലുള്ള, ഇബ്നു ജുറൈജ് റഹിമഹുള്ളയെ പോലുള്ള മഹാപ്രഗത്ഭരായ പണ്ഡിതന്മാരിൽ നിന്നാണ് അദ്ദേഹം ഹദീസുകൾ കേട്ടിട്ട് ആ ഹദീസുകളാണ് അധികവും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. മഅ്മർ ഇബ്നു റാഷിദ് താബിഈയാണ്, അറിയപ്പെട്ട ആളാണ്. ഇബ്നു ജുറൈജ് അറിയപ്പെട്ട മുഹദ്ദിസുകളാണ്. ഇവരിൽ നിന്ന് കേട്ട ഹദീസ്. ഇപ്പോൾ ഈ പഴയ ഹദീസ് ഗ്രന്ഥങ്ങളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ പരമ്പരകൾ വളരെ കുറവായിരിക്കും. ആലിയായ സനദാൻ, കണ്ണികൾ കുറവായിരിക്കും. പരമ്പരയിൽ 3-4 ആൾക്കാർ മാത്രമേ ഉണ്ടാവുള്ളൂ. നമ്മൾ മുസ്നദ് ത്വയാലിസി പറഞ്ഞതുപോലെ, മുസ്നദുകളുടെ ഒരു പ്രത്യേകത പറഞ്ഞതുപോലെ ഈ മുസന്നഫിൻ്റെയും പ്രത്യേകത അതാണ്. നേരെ മറിച്ച് പിന്നീട് ആളുകൾ ഇങ്ങനെ വർഷങ്ങൾ, ഇപ്പോൾ ഇമാം ബുഖാരിയാരൊക്കെ നമ്മളെ സംബന്ധിച്ച് പറഞ്ഞിടത്തോളം 194 ജനിച്ച് മരണപ്പെടുന്നത് 260 ചില്ലാനിലാണെന്നൊക്കെ നമ്മൾ പറഞ്ഞതുപോലെ 200-കളിൽ ആണല്ലോ അധികവും കുതുബു സുന്നയുടെ, കുതുബു സിത്തയുടെ മുഹദ്ദിസുകളും മുഴുവൻ ജനിക്കുന്നതും മരണപ്പെടുന്നതൊക്കെ 3-ാം നൂറ്റാണ്ടിൻ്റെ അവസാനങ്ങളിലും 3-ാം നൂറ്റാണ്ടിൻ്റെ പകുതികളിലുമൊക്കെ ആയിട്ടാണല്ലോ.
എന്നാൽ അതിന് മുന്നുള്ള ഗ്രന്ഥങ്ങൾ നിങ്ങൾ വായിച്ചു നോക്കി, അതിന് മുന്നേ രചിക്കപ്പെട്ട ഗ്രന്ഥങ്ങളിലൊക്കെ സനദുകൾ വളരെ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ ആ ഒരു മേഖലയിലെ ആ റാവിമാരെ സംബന്ധിച്ചുള്ള പഠനം വളരെ എളുപ്പമായിരിക്കും എന്നർത്ഥം. മുസന്നഫിന്റെ പ്രത്യേകത അതാണ്, സനദുകൾ വളരെ കുറവാണ്, ആലിയായ സനദായിരിക്കും അധികവും. ഇനി ഇത് രചിക്കാനുണ്ടായ കാരണത്തെ സംബന്ധിച്ച് ചില പണ്ഡിതന്മാർ പലതും പറയുന്നത് കാണാൻ കഴിയും. ഹദീസുകൾ, സ്വഹാബികളുടെ വർത്തമാനങ്ങൾ, താബികളുടെ വർത്തമാനങ്ങൾ, ഇതിനൊന്നും നഷ്ടപ്പെടാതെ ഇതിനെല്ലാം ഒരു ഭാഗത്ത് ക്രോഡീകരിക്കണമെന്ന ചിന്തയിലാണ് ഇമാം അബ്ദുർ റസാഖ് സൻആനി ഈ ഗ്രന്ഥത്തെ രചിക്കാൻ തുനിഞ്ഞിറങ്ങിയതെന്നാണ്. ഇതിൽ ഹദീസുകളുണ്ട്, നബിയുടെ വർത്തമാനങ്ങളുണ്ട്, സ്വഹാബികളുടെ വർത്തമാനങ്ങളുണ്ട്, താബികളുടെ വർത്തമാനങ്ങളുണ്ട്, താബികളുടെ ഫത്വകൾ പോലും ഈ ഗ്രന്ഥത്തിൽ ഒരു നമ്പറിട്ട് ചേർത്ത് വെച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർക്ക്, ഫുഖഹാക്കൾക്ക് ഈ ഗ്രന്ഥം ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു. ഫുഖഹാക്കൾക്ക് ഹുക്കുമുകൾ പറയാൻ, ഇസ്തിംബാത്ത് ചെയ്യാൻ അവരധികവും ആശ്രയിച്ചിരുന്നത് മുസന്നഫ് പോലുള്ള കൃതികളാണ്. പ്രത്യേകിച്ച് നോമ്പ്, നമസ്കാരം, വിവാഹം, തലാക്ക് എന്നിങ്ങനെ തുടങ്ങി കച്ചവടം എന്ന് തുടങ്ങിയ കാര്യങ്ങളിലൊക്കെയുള്ള നബിയുടെ സുന്നത്തിനെയും ഒക്കെ മനസ്സിലാക്കാൻ, അതിനെ മാതൃകയാക്കാൻ ഒക്കെ ഏറ്റവും കൂടുതൽ അവരുപയോഗിച്ചിരുന്നത് ഈ ഒരു ഗ്രന്ഥമായിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ചില പണ്ഡിതന്മാർ പറഞ്ഞു, ഒരിക്കലും ഫുഖഹാക്കൾക്ക് ഈ ഗ്രന്ഥത്തെ മാറ്റിവെക്കാൻ സാധിക്കൂല. അങ്ങനത്തെ ഒരു ഗ്രന്ഥമാണ് മുസന്നഫ് അബ്ദുർ റസാഖ് അസ്-സൻആനി. ഏകദേശം 11,033 ഹദീസുകൾ, റിപ്പോർട്ടുകൾ അതിലുണ്ട്. ഹദീസ് എന്ന് പറഞ്ഞാൽ അതിൽ നബിവചനങ്ങളും ഉണ്ട്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ താബികളുടെയൊക്കെ ഫത്വകളും അതിൽ ഉൾക്കൊണ്ടിട്ടുണ്ട്, അതിനൊക്കെ നമ്പർ കൊടുത്തിട്ടുണ്ട്. എന്നാൽ മർഫു ആയി നബി ഉദ്ധരിച്ച ഹദീസ്, നബിയിൽ നിന്ന് കേട്ട ഹദീസുകൾ എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. എന്നാൽ സ്വഹാബികളിൽ നിന്നുള്ള, താബികളിൽ നിന്നുള്ള വർത്തമാനങ്ങളൊക്കെ ചേർത്ത് 11,033 റിപ്പോർട്ടുകൾ അതിലുണ്ട് എന്നാണ് ചില ആധുനിക പണ്ഡിതന്മാർ അതിനെ എണ്ണിത്തിട്ടപ്പെടുത്തി പറഞ്ഞത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിലുള്ളടക്കം തന്നെ ഹദീസ് മാത്രമല്ല, ഈ പറയപ്പെട്ട വിധിവിലക്കുകൾ, മറ്റ് അസറുകൾ, അഖ്ബാറുകളും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന വരിയാണ്. ഏതായാലും ഇതാണ് നമ്മൾ ഈ ഒരു ഗ്രന്ഥത്തെ സംബന്ധിച്ച് പറഞ്ഞത്. ഇമാം ഷാഫിഈ, ഇമാം അഹ്മദ് ബിൻ ഹംബൽ തുടങ്ങിയ മഹാന്മാരായ പണ്ഡിതന്മാരൊക്കെ ഈ ഗ്രന്ഥങ്ങളെ വല്ലാതെ അവലംബിച്ചതായിട്ട് അവരുടെ ചരിത്രത്തിലും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാകണം, ഒരു പക്ഷേ വായിച്ചു പോയിട്ടുണ്ടാകും. പക്ഷേ ഈ ഒരു കൃതി ഇന്നത്തെ പോലെ നമുക്ക് കാണാനും ഇന്നത്തെ പോലെ വായിക്കാനും, അല്ലെങ്കിൽ പിന്നീട് അതിനെ നഷ്ടപ്പെടാത്ത രൂപത്തിൽ നിലനിർത്തിയതുമൊക്കെ ചെയ്തത് ഹബീബുർ റഹ്മാൻ അൽ അഅലമി എന്ന് പറയുന്ന ഒരു ഇന്ത്യക്കാരനായ മഹാപണ്ഡിതനാണ്. ഇതിനെ ശരിക്കും ഒരു നല്ല കെട്ടിലും മട്ടിലും സമൂഹത്തിന് സമർപ്പിച്ചത് അതാണ്. ഒരു പഴയ കാലഘട്ടത്തിൽ നിന്ന് ഈ ഒരു ഗ്രന്ഥത്തെ ഒരു പൂർണ്ണ രൂപത്തിൽ ഇന്ന് ലഭ്യമാക്കിയതിൻ്റെ പിന്നിൽ ഒരു വലിയ അധ്വാനം ഹബീബുർ റഹ്മാൻ അൽ അഅലമി എന്ന ആധുനിക പണ്ഡിതന് അതിൻ്റെ പിന്നിലുണ്ട് എന്നുള്ളത് ഇൻഷാ അല്ലാഹ് അദ്ദേഹത്തിൻ്റെ ഒരു കൃതി നമുക്ക് വായിക്കുമ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ചും അദ്ദേഹത്തിൻ്റെ ഇത്തരം പ്രവർത്തനങ്ങളെ സംബന്ധിച്ചും നമുക്ക് വിശദീകരിക്കാവുന്നതാണ്. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ഇനി നമ്മളെ ഇമാം അബ്ദുർ റസാഖ് അസ്-സൻആനിയുടെ ഹദീസ് ശേഖരത്തിൽ നിന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഒരു ഹദീസാണ്. ആ ഹദീസ് ജാബിർ ഇബ്നു അബ്ദുല്ലാ റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യുന്ന ഹദീസാണ്. നമ്മൾ പറഞ്ഞു ജാബിർ ഇബ്നു അബ്ദുല്ലാ അൽ മുക്സിറൂൻ, ധാരാളം ഹദീസുകൾ റിവായത്ത് ചെയ്യുന്ന സ്വഹാബിമാരിൽ ഒരാളാണ്. ഏകദേശം 5ഓ 6ഓ സ്ഥാനമാണ് ചില പണ്ഡിതന്മാർ ജാബിർ ഇബ്നു അബ്ദുല്ല കൊടുത്തത്. ജാബിർ ഇബ്നു അബ്ദുല്ല എന്ന പേര് ഒരിക്കലും മറക്കാൻ പാടില്ല. കാരണം ഏറ്റവും നീളം കൂടിയ ഒരു ഹദീസ് ഗ്രന്ഥങ്ങളിൽ ഉണ്ടെങ്കിൽ അത് ജാബിർ ഇബ്നു അബ്ദുല്ലയുടെ ഹദീസായിരിക്കും. ഹജ്ജുമായി ബന്ധപ്പെട്ട ഹദീസ്, ഇമാം മുസ്ലിം ഒക്കെ റിവായത്ത് ചെയ്യുന്ന ഒരു ഹദീസ്. ധാരാളം പേജുകളിൽ 3ഓ 4ഓ 5ഓളം പേജുകളിൽ നിറഞ്ഞു നിൽക്കുന്ന വരികൾ ജാബിർ ഇബ്നു അബ്ദുല്ല റളിയല്ലാഹു അൻഹു നബിയുടെ ഹജ്ജിൻ്റെ ഓരോ നിമിഷങ്ങളെയും ഒപ്പിയെടുത്ത് രേഖപ്പെടുത്തി വെച്ച ഹദീസ്. വളരെ വിശാലമായ ഹദീസാണ്. ഹജ്ജത്തുൽ വദാഇൻ്റെ അതിനെ സംബന്ധിച്ചുള്ള ഭാഗങ്ങൾ, നബിയുടെ ഹജ്ജ് കർമ്മങ്ങൾ, ഇഹ്റാം എങ്ങനെയായിരുന്നു, മീഖാത്തുകളിൽ എങ്ങനെയായിരുന്നു, മീഖാത്തുകളിലേക്കുള്ള യാത്രകൾ എങ്ങനെയായിരുന്നു, മീഖാത്തിൽ നിന്നുള്ള പുറപ്പെടലുകൾ എങ്ങനെയായിരുന്നു, അതുപോലെ തന്നെ സഅയ്, നബിയുടെ ഓരോ കാര്യങ്ങളും ഹജ്ജുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ രേഖപ്പെടുത്തിയത് ജാബിർ ഇബ്നു അബ്ദുല്ല എന്ന സ്വഹാബിയാണ്. ജാബിർ ഇബ്നു അബ്ദുല്ല റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യുന്ന ഹദീസ് ആദ്യം വായിച്ചിട്ട് അദ്ദേഹത്തെ സംബന്ധിച്ചും ആ ഹദീസിനെ സംബന്ധിച്ചും പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. ഖാല അൽ മുസന്നിഫ് എന്ന് പറഞ്ഞാൽ മുസന്നഫ് എന്ന് പറയുന്ന കൃതിയുടെ അബ്ദുർ റസാഖ് അസ്-സൻആനി അദ്ദേഹം പറഞ്ഞു, അൻ ഇബ്നു ജുറൈജ് ഖാല അഖ്ബറനി മുഹമ്മദ് ഇബ്നുൽ മുൻകദിർ താബിഇയൻ അൻ ജാബിർ ഇബ്നു അബ്ദുല്ല റളിയല്ലാഹു അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ റഹിമല്ലാഹു അബ്ദൻ സംഹൻ ഇദാ ബാഅ സംഹൻ ഇദാ ഇസ്തറ സംഹൻ ഇദാ ഖതല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, റഹിമല്ലാഹ്, അള്ളാഹു കരുണ ചെയ്യട്ടെ, ഒരാളുടെ മേൽ അള്ളാഹു കരുണ ചെയ്യട്ടെ. ആരാണ് അവൻ? ആ വ്യക്തിയെ സംബന്ധിച്ച് അബ്ദൻ, അതൊരു ദാസനാണ്, അള്ളാഹുവിൻ്റെ ദാസൻ, പഠിച്ച റബ്ബിൻ്റെ ഒരു അടിമ അഥവാ ഒരു മുസ്ലിമായ ഒരു സഹോദരൻ. എപ്പോഴാണ് അള്ളാഹു എന്തിൻ്റെ വിഷയത്തിൽ കാരണം? സംഹൻ ഇദാ ബാഅ, അയാൾ കച്ചവടം ഒരു കാര്യത്തെ വിൽക്കുകയാണെങ്കിൽ അള്ളാഹു അയാളൊരു
ഹൃദയ വിശാലത കാണിച്ച് ഏറ്റവും നല്ലൊരു മനോഭാവം, ഒരു മര്യാദ കാണിക്കുകയാണെങ്കിൽ അള്ളാഹു അയാൾക്ക് എന്ത് ചെയ്യട്ടെ, കരുണ ചെയ്യട്ടെ എന്നാണ്. വിൽക്കുമ്പോൾ ഒരു വിട്ടുവീഴ്ച മനോഭാവം കാണിക്കുക, സമാഹത്ത് കാണിക്കുക. ഇനി റസൂൽ പറഞ്ഞു വസംഹൻ ഇദസ്തറ, സംഹൻ ഒരു അബ്ദ് വാങ്ങുകയാണെങ്കിൽ, ഒരാൾ കച്ചവട സമയത്ത് തന്നെ ഒരാളിൽ നിന്നൊരു സാധനം വാങ്ങുകയാണെങ്കിൽ മാന്യമായ രൂപത്തിൽ വിട്ടുവീഴ്ച മനോഭാവത്തോടെ ഒരാളിൽ നിന്നൊരു സാധനം വാങ്ങുകയാണെങ്കിൽ അയാൾക്കും അള്ളാഹു കരുണ ചെയ്യട്ടെ. സംഹൻ ഇദഖ്തല, ഒരാൾ കടം കൊടുക്കുകയാണെങ്കിൽ അവിടെ ഒരു വിട്ടുവീഴ്ച മനോഭാവം കാണിക്കുകയാണെങ്കിൽ അള്ളാഹു അയാൾക്ക് എന്ത് ചെയ്യട്ടെ, കടം കൊടുക്കുന്ന വ്യക്തിക്ക് റഹ്മത്ത് ചെയ്യട്ടെ. അഥവാ പിന്നെ ഒരാൾ അവധി ചോദിച്ചൊക്കെ വരികയാണെങ്കിൽ ഒരു ഇളവും ഒരു താഴ്മ അതിലൊരു വിട്ടുവീഴ്ചയും ഒക്കെ ചെയ്തു കൊടുക്കുന്ന ആളാണെങ്കിൽ അള്ളാഹു അയാൾക്ക് റഹ്മത്ത് ചെയ്യട്ടെ എന്നാണ്. 3 കാര്യങ്ങളെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ഹദീസിലുള്ളത്. ഇൻഷാ അല്ലാഹ് അതിനെ വിശദീകരിക്കാം. അതിനു മുന്നേ ജാബിർ ഇബ്നു അബ്ദില്ല നേരത്തെ പറഞ്ഞ പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ ധാരാളം റിവായത്ത് ചെയ്ത, ഏകദേശം അദ്ദേഹത്തിന്റെ ഹദീസുകളുടെ എണ്ണങ്ങളൊക്കെ ചിലപ്പോൾ 1500-ലേറെ ഹദീസുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഇമാം ജാബിർ ഇബ്നു അബ്ദില്ല റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്തു എന്നാണ്. ജാബിർ ഇബ്നു അബ്ദില്ല റളിയല്ലാഹു അൻഹു ഏറ്റവും വലിയ ഹദീസ് റിവായത്ത് ചെയ്ത ആളുമാണ് എന്ന് നമ്മൾ പറഞ്ഞല്ലോ. ഈ ജാബിർ ഇബ്നു അബ്ദില്ല റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ആദ്യം ഓർമ്മ വരും, ഒരു മാസം 1500ഓളം ഹദീസ് നബിൻ്റെ അടുത്ത് അദ്ദേഹം പഠിച്ചു വെച്ചിട്ടുണ്ട്. പക്ഷെ എന്നിട്ട് ഒരു ഹദീദ് ലഭിക്കാൻ വേണ്ടി, ഒരു ഹദീദിന്റെ പൂർണ്ണമായ പരമ്പര കൃത്യമാവാൻ വേണ്ടി ഒരു മാസക്കാലത്തെ യാത്ര ഒരു ഒട്ടകപ്പുറത്ത് അദ്ദേഹം നടത്തിയെന്നാണ്. അബ്ദുല്ലാ ഉനൈസിന്റെ അരികിലേക്ക്, സിറിയയിലേക്ക് അദ്ദേഹം യാത്ര പോയി. ഹിജാസിൽ നിന്ന് സിറിയയിലേക്കൊക്കെ യാത്ര പോകണമെന്നുണ്ടെങ്കിൽ എത്ര കിലോമീറ്ററാണെന്നറിയോ ഇദ്ദേഹത്തിന് യാത്ര പോകാനുള്ളത്. അദ്ദേഹം യാത്ര പോയ രംഗങ്ങളെ സംബന്ധിച്ചൊക്കെ ഇമാം ബുഖാരി റിവായത്ത് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം. ഇമാം ബുഖാരി ഈ ഹദീസ് റിവായത്ത് ചെയ്യുന്ന ജാബിർ അബ്ദുല്ലാഹിബ്നു ഉനൈസിൽ നിന്ന് റിവായത്ത് ചെയ്യുന്ന ഹദീസ്. ഈ ഒരു മാസത്തെ, കാരണം ഈ ഹദീസിനെ സംബന്ധിച്ച് ആ ഹദീസ് ഷാമിലാണെന്ന് കേട്ടപ്പോൾ ഇദ്ദേഹം ഒരു ഒട്ടകം വാങ്ങിയിട്ട് ആ ഒട്ടകപ്പുറത്ത് യാത്ര പോവാൻ, എന്നിട്ട് ഒരു മാസം കഴിഞ്ഞിട്ടാണ് അവിടെ എത്തുന്നത്. തിരിച്ചൊരു മാസം ഉണ്ടേ, എത്തുന്നത് ഒരു മാസം കഴിഞ്ഞിട്ടാണെന്ന്. അദ്ദേഹത്തിന്റെ വാതിൽ ചെന്ന് മുട്ടിയപ്പോൾ പേര് പറഞ്ഞു, ഞാൻ ജാബിർ ഇബ്നു അബ്ദില്ലയാണെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം വല്ലാതെ അത്ഭുതപ്പെട്ടു എന്നാണ്. ഒരു ഹദീസിനും വേണ്ടി അദ്ദേഹം ഇവിടെ അറ്റം വരികയോ? അത് ഏതാ ഹദീസ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പരലോകത്ത് മനുഷ്യന്മാർ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്ന ചില രംഗത്തെ സംബന്ധിച്ച് പറഞ്ഞു. നഗ്നരായി, അല്ലെ, ചേലാകർമ്മം ചെയ്യപ്പെടാത്തവരായി ചില ആളുകൾ, പരിച്ഛേദനം ചെയ്യപ്പെടാത്തവരായിട്ട് ചില ആളുകൾ കടന്നു വരുന്നതുമായി ബന്ധപ്പെട്ട ഹദീസാണ്. ആ ഹദീസാണ്. അവിടെ അള്ളാഹു അവരോട് സംസാരിക്കുന്ന രംഗങ്ങളൊക്കെ വിശദീകരിക്കുന്ന സുദീർഘമായ ഹദീസാണ്. അത് കേൾക്കാൻ വേണ്ടി പോയി എന്നാണ്. അപ്പോൾ ജാബിർ ഇബ്നു അബ്ദില്ല റളിയല്ലാഹു അൻഹു, ആ ജാബിർ ഇബ്നു അബ്ദില്ല ഹദീസുകൾക്ക് ഇത്രമാത്രം ഒരു ഹദീസിന് അങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഈ 1500 ഹദീസുകളുടെയും പിന്നിൽ അദ്ദേഹം എടുത്ത അധ്വാനങ്ങൾ എത്രയാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വർത്തമാനങ്ങളെ ലോകത്ത് കേൾപ്പിക്കാൻ, അതും ഒരു തരി വ്യത്യാസമില്ലാതെ, മറവിയില്ലാതെ, തെറ്റുകളില്ലാതെ അദ്ദേഹം പരമാവധി ആ ഒരു കാലഘട്ടത്തിൽ അദ്ദേഹം അതിനെന്ത് ചെയ്തു? റിവായത്ത് ചെയ്തു പോന്നു. അദ്ദേഹം ഏറ്റവും അവസാന കാലഘട്ടത്തിലൊക്കെ കണ്ണിന് കാഴ്ചയില്ലാതായിരുന്നിട്ട് പോലും മദീനത്തെ പള്ളിയിലിരുന്ന് അദ്ദേഹം ഹദീസുകൾ വായിച്ചു കൊടുക്കാറുണ്ടായിരുന്നു. അദ്ദേഹത്തിലേക്ക് വിദ്യാർത്ഥികൾ തിക്കും തിരക്കും കൂട്ടി കടന്നു വരാറുണ്ടായിരുന്നു. അദ്ദേഹം മതപഠന സദസ്സുകൾ ഒരിക്കലും മുറിച്ചിരുന്നില്ല. അദ്ദേഹം മരണം വരെ അത് നിർവഹിച്ചു പോന്നിരുന്നു. ഒടുവിൽ ബഖീയിൽ അദ്ദേഹം മറമാടപ്പെടുന്നത് വരെ, ബഖീയിൽ അദ്ദേഹത്തെ മറമാടപ്പെടുക എന്ന് പറയാൻ കാരണം അന്നത്തെ മദീനയിലെ അമീറായിരുന്ന അബാൻ ഇബ്നു ഉസ്മാൻ, അതോ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ മകൻ, അദ്ദേഹമായിരുന്നു ജനാസ നമസ്കരിച്ചെന്നൊക്കെ കാണാം. ബഖീൽ ഗർഖദിൽ ഇദ്ദേഹം മറമാടപ്പെട്ടു എന്നുമാണ്. ഏകദേശം അവസാന കാലഘട്ടത്തിലൊക്കെ കണ്ണിന്റെ കാഴ്ചയൊക്കെ പോയി അദ്ദേഹം കുറെ വിഷമിച്ചിരുന്നതായും, ഹിജ്റ 78-ലാണ് അദ്ദേഹം, 94ഓളം വയസ്സ് ജാബിർ ഇബ്നു അബ്ദില്ലക്ക് ഉണ്ടായിരുന്നു എന്നാണ്. ആ കാലയളവ് മുഴുവൻ അദ്ദേഹം ഹദീസുകൾക്ക് വേണ്ടി ഒഴിഞ്ഞു വെച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രത്യേക പ്രാർത്ഥന സഹാബിക്കുണ്ടായിരുന്നു. നബിയുടെ ഒരു മോചിസത്തിനെ സംബന്ധിച്ച് ഇമാം ബുഖാരി റിവായത്ത് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം. എവിടെ ഒരു മുജിസത്താണ്, അത് പ്രത്യേകിച്ച് ജാബിർ ഇബ്നു അബ്ദില്ലന്റെ വിഷയത്തിലാണ്. ജാബിർ ഇബ്നു അബ്ദില്ല റളിയല്ലാഹു അൻഹുവിന്റെ ഉപ്പ ജാബിർ ഇബ്നു അബ്ദില്ലയും അദ്ദേഹത്തിന്റെ പിതാവും ഏകദേശം ആദ്യം തന്നെ ഇസ്ലാം മതം സ്വീകരിച്ച ആളുകളാണ്. അപ്പൊ ഈ അഖബ ഉടമ്പടി ഉണ്ട്, രണ്ടാമത്തെ അഖബ ഉടമ്പടിയിൽ പിതാവും മകനും ഏകദേശം ഒരുമിച്ച് ഇസ്ലാം മതം സ്വീകരിച്ചതാണ്. ബാപ്പ ഉഹുദ് യുദ്ധത്തിൽ മരണപ്പെടുകയും ചെയ്തു. ബദറിലും മുഹദിലും ജാബിർ ഇബ്നു അബ്ദില്ല പങ്കെടുത്തിട്ടില്ല. പക്ഷെ ഉഹുദ് യുദ്ധത്തിൽ ഉപ്പ മരണപ്പെട്ടപ്പോൾ പിന്നുണ്ടായിരുന്നത് 9 പെങ്ങന്മാരാണ്. ഈ 9 പെങ്ങന്മാരെയും അവരുടെ ചുമതല മുഴുവൻ ആർക്കാണ്? ജാബിർ ഇബ്നു അബ്ദില്ല എന്ന ഈ ഒരാങ്ങളുടെ പേരിലായിരുന്നു.
അവർക്ക് വേണ്ടി അദ്ദേഹം കുറേ ഭൗതികമായി പല അധ്വാനങ്ങളും ജോലിയൊക്കെ ചെയ്തു പോന്നിരുന്നു. പക്ഷേ ബാപ്പ മരണപ്പെട്ടപ്പോൾ കുറേ കടം ബാക്കിയുണ്ടായിരുന്നു എന്നാണ്. കടം ബാക്കിയുണ്ട്. നമ്മുടെ അബ്ദുല്ലാഹിബ്നു സുബൈറിന്റെ ചരിത്രം പറഞ്ഞപ്പോൾ പറഞ്ഞോ എന്നറിയില്ല. അബ്ദുല്ലാഹിബ്നു സുബൈർ റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതത്തിൽ ഇതേപോലെ ഉണ്ടായിരുന്നു. ബാപ്പ സുബൈർ ഇബ്നു അവാം എന്ന സഹാബി മരിക്കാൻ നിൽക്കുന്ന സമയത്ത് വിളിച്ച് ഉപദേശിക്കുന്നുണ്ട്. ഇന്ന് അതായത് ഈ ജമൽ യുദ്ധം നടക്കുന്ന സമയത്താണ്, ജമൽ യുദ്ധത്തിലാണ് അബ്ദുല്ലാഹിബ്നു സുബൈറിന്റെ ഉപ്പ സുബൈർ ഇബ്നു അവാം മരണപ്പെടുന്നത്. ആ സമയത്ത് പറഞ്ഞു, ഇന്ന് മരണപ്പെടുന്നവരിൽ ഒരാള് അക്രമിയും മറ്റേ ആക്രമിക്കപ്പെട്ടവനുമായിട്ടായിരിക്കും മരിക്കാന്നാണ്. ഞാൻ ഇന്ന് മദ്ലൂമായി മരിക്കപ്പെടുമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ എൻ്റെ മനസ്സിൽ ഏറ്റവും വലിയ സങ്കടം എന്ന് പറഞ്ഞത് എൻ്റെ കടമാണ് എന്ന് പറഞ്ഞു. അങ്ങനെ കടത്തെ സംബന്ധിച്ച് മോനെ ബോധ്യപ്പെടുത്തി കൊടുക്കുകയും അബ്ദുല്ലാഹിബ്നു സുബൈറിനോട് പറഞ്ഞു, എൻ്റെ കടം വീട്ടാൻ നിനക്ക് സാധിക്കുന്നില്ലെങ്കിൽ എൻ്റെ മൗലയോട് സഹായം തരണം. എൻ്റെ മൗല എന്നതുകൊണ്ട് ഉദ്ദേശം ആരാന്ന് എനിക്കറിയില്ലായിരുന്നു എന്ന് അബ്ദുള്ള പറയുന്നുണ്ട്. ആരാണ് ഉപ്പ മൗല? അവർ പറഞ്ഞു, അള്ളാഹ്, എൻ്റെ മൗല അള്ളാഹാണ്, അള്ളാഹിനോട് സഹായം ചോദിക്കണം എന്നാണ്. അങ്ങനെ ഞാൻ വിചാരിക്കുന്നതിൻ്റെ അപ്പുറത്ത് ഏകദേശം 22 ലക്ഷത്തോളം വരുന്ന ദിർഹം വെള്ളി നാണയങ്ങളാണ് അന്ന് ഇദ്ദേഹത്തിന് കടണ്ടായിരുന്നതെന്നാണ്. പക്ഷേ സൂക്ഷ്മതയിൽ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിച്ച് കടം വീട്ടാൻ അദ്ദേഹം ഒരുപാട് പരിശ്രമിച്ചു. ഉപ്പയുടെ വിട്ടേച്ചു പോയിരുന്ന ചില സ്ഥലങ്ങൾ അദ്ദേഹം കച്ചവടം ചെയ്തു, വിചാരിച്ചതിനേക്കാൾ ലാഭം കൊയ്തു. അങ്ങനെ ആ കടം വീട്ടിയിട്ട് 4 ഹജ്ജ് മാസക്കാലം അദ്ദേഹം കടക്കാരെ ഇനിയും ആരെങ്കിലും എൻ്റെ സുബൈർ ബിൻ അവാമിന് ആരെങ്കിലും ഇനിയും സുബൈർ ബിൻ അവാം കടം നൽകാനുണ്ടോ? 4 കൊല്ലക്കാലം മക്കയുടെ കുന്നിൽ അദ്ദേഹം വിളിച്ചു പറഞ്ഞു എന്ന ഹജ്ജ് സീസണിൽ ഒരാളുമില്ല എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം പിന്നീട് മിച്ചം വന്ന ഏകദേശം ബാക്കി വന്ന തുക തന്നെ ധാരാളമുണ്ട്. സുബൈർ ബിൻ അവാമിന്റെ ഭാര്യമാർക്ക് അന്ന് 3 ഭാര്യമാർക്കും വീതിച്ചു കൊടുത്തു, അവരെ മക്കൾക്കും വീതിച്ചു കൊടുത്തു എന്ന് ചരിത്രത്തിൽ കാണാം. അതേ ഒരു സംഭവം ജാബിർ ബിൻ അബ്ദുള്ളയുടെ ജീവിതത്തിലും കാണാം. ബാപ്പ മരിച്ചപ്പോൾ കടം വന്നു. ആ കടം വീട്ടാൻ വേണ്ടി അദ്ദേഹം ഒരുപാട് പരിശ്രമിച്ചു. പക്ഷേ കടക്കാരെല്ലാം അദ്ദേഹത്തിൻ്റെ അന്നൊരു തോട്ടം ഉണ്ടായിരുന്നു, ഈത്തപ്പഴത്തോട്ടം. ഈ ഈത്തപ്പഴത്തോട്ടത്തിൽ ഈത്തപ്പഴം നിറഞ്ഞു നിൽക്കുന്ന സമയത്ത് കടക്കാരെല്ലാം വന്നു. അവരുടെ കടം ചോദിച്ചപ്പോൾ എല്ലാവർക്കും കൊടുത്തു കഴിഞ്ഞാൽ ആ കടം മുഴുവൻ പൂർണ്ണമായി വീട്ടാൻ കഴിയില്ല. ഭയങ്കര വിഷമിതനായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ വന്നു. ജാബിർ ഇബ്നു അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, റസൂലേ, ആളുകൾ കടം ചോദിച്ചു വരികയാണ്, അവർ കടം വീട്ടാൻ ആഗ്രഹമുണ്ട്, പക്ഷേ ഇപ്പോൾ ഈ തോട്ടത്തിൽ നിന്ന് കിട്ടിയ ഈ ഈത്തപ്പഴങ്ങൾ കൊണ്ട് എൻ്റെ കടം മുഴുവൻ വീട്ടാൻ സാധ്യമല്ല. നബിയെ, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു വന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ജാബിർ ഇബ്നു അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹുവിന് വേണ്ടി അവരോട് സംസാരിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൂമ്പാരമാക്കി വെച്ച ഈത്തപ്പഴങ്ങളുടെ അരികിലൂടെ റസൂലുള്ളാഹി 3 തവണ നടന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥനയുടെ ഫലമായി റസൂലുള്ളാഹി പറഞ്ഞു, നീ ഇവർക്ക് അളന്നു കൊടുക്കുക, ആ വന്ന ആളുകൾക്ക് നീ അളന്നു കൊടുക്കുക. വന്ന ആളുകൾക്ക് മുഴുവൻ അളന്നു കൊടുത്തപ്പോഴും തൻ്റെ തോട്ടത്തിൽ നിന്ന് സാധാരണ ലഭിക്കുന്ന അത്ര ഈത്തപ്പഴം വീണ്ടും അവിടെ അതേപോലെ നിലകൊള്ളുന്നതായി, അത് കുറവ് വരുന്നതായി എനിക്ക് തോന്നിയില്ല എന്നാണ് ജാബിർ ഇബ്നു അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു പറയുന്നത്. ഇമാം ബുഖാരി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നുബുവത്തിന്റെ അടയാളങ്ങൾ എന്നൊക്കെ പറയുന്ന ചില ബാബുകളിൽ ഈ ഹദീസിനെ കൊണ്ടുവന്ന് കാണാം. വളരെ ചുരുക്കി പറഞ്ഞു എന്ന് മാത്രം. ഈ ജാബിർ ഇബ്നു അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതത്തിൽ വേറെയും കുറെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കലും ഒട്ടകം വളരെ അസുഖം ചെന്നിങ്ങനെ നിൽക്കുന്ന ഒരു ഒട്ടകത്തിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ സമയത്ത് ജാബിർ അബ്ദുള്ളക്ക് വേണ്ടി പ്രാർത്ഥിച്ചതും ഊർജ്ജസ്വലയായി അത് കടന്നു പോയതുമൊക്കെ ചരിത്രത്തിൽ ചില ഹദീസുകളിലൊക്കെ നമുക്ക് കാണാൻ കഴിയും. അത് നബിയുടെ മുഅ്ജിസത്തുമായി ബന്ധപ്പെട്ട് പറയുന്ന ചില കാര്യങ്ങളാണ്. അതിനെല്ലാം ഭാഗവാക്കാവാൻ ജാബിർ ഇബ്നു അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു സാധിച്ചു എന്നുള്ളത് നബിക്ക് അദ്ദേഹത്തോട് വല്ലാത്ത ഇഷ്ടവും പ്രിയവും നബിയുടെ ഹദീസുകളെ വ്യാപിപ്പിക്കുന്നതിൽ അദ്ദേഹം കാണിച്ച ത്വരയും ഒക്കെ അതിൽ നിന്ന് മനസ്സിലാകും. ഹദീസുകളെ ശേഖരിക്കുക മാത്രമല്ല, അത് പറഞ്ഞെടുക്കുക മാത്രമല്ല, യുദ്ധങ്ങളിൽ പോലും ഈ ഉഹദിലും ബദറിലും പങ്കെടുത്തിട്ടില്ലെങ്കിലും 19ഓളം യുദ്ധങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം അദ്ദേഹം യുദ്ധം ചെയ്യാനും ഇറങ്ങിയിട്ടുണ്ട്. സന്നദ്ധനായിരുന്നു, ആരാധനാ കാര്യങ്ങളിൽ ഏറെ സന്നദ്ധനായിരുന്നു അദ്ദേഹം എന്നെല്ലാം അദ്ദേഹത്തെ സംബന്ധിച്ചുള്ള ചരിത്രങ്ങളിൽ നമുക്ക് കാണാനാകും. തൽക്കാലം ചുരുക്കി പറഞ്ഞു, നേരത്തെ പറഞ്ഞ ഹദീസ്, അള്ളാഹു റഹ്മത്ത് ചെയ്യട്ടെ, കരുണ ചെയ്യട്ടെ. വിൽക്കുന്ന സമയത്ത് ഒരു വിട്ടുവീഴ്ച മനോഭാവം, ഒരാൾക്ക് വില കുറവൊക്കെ ചോദിക്കുകയാണെങ്കിൽ അതിലൊരു വിട്ടുവീഴ്ച. ഇനി അയാൾ എന്തെങ്കിലും ഒരു സൗകര്യം വാങ്ങുന്ന ആൾ എന്തെങ്കിലും ഒരു സൗകര്യം ചോദിക്കണമെങ്കിൽ ആ സൗകര്യം ചെയ്തു കൊടുക്കുന്നത്, വിശാലത കാണിക്കുന്നത് അള്ളാഹുവിൻ്റെ റഹ്മത്തിന് കാരണമാണെന്നാണ്. ബർക്കത്തുണ്ടാവും കച്ചവടത്തിൽ. അതേപോലെ തന്നെ വാങ്ങുന്ന ആൾക്കും അല്ലാഹുവിന്റെ റസൂല് ഒരു വിൽക്കുന്നവന് മാത്രമല്ല, മുഷ്തരി വാങ്ങുന്ന ആൾക്കും ഒരു വിട്ടുവീഴ്ച ഉണ്ടാവും. കാരണം എന്താ വെച്ചാൽ ഈ വെറുതെ ഇയാളെ നഷ്ടം പറ്റുന്ന രീതിയിലേക്കുള്ള വിലപേശലും അങ്ങനെയൊക്കെ ഉറപ്പിച്ചിട്ട് ഒരു കച്ചവടക്കാരനെ ബുദ്ധിമുട്ടിക്കുന്ന ഒരവസ്ഥ ഒരു വാങ്ങുന്ന ആൾക്കുണ്ടാവണം. അയാൾ മാന്യമായി മര്യാദയോടുകൂടി ഒരു സാധനത്തെ വാങ്ങി പോരണമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അതേപോലെ തന്നെ കടത്തിന്റെ വിഷയം അവിടെ പറഞ്ഞു. കടം കൊടുക്കുന്നത് വലിയ പുണ്യാണ്, അതൊരു ചാരിറ്റി ആയിട്ട് കണക്കാക്കണം.
കടം കൊടുക്കാൻ അല്ലെങ്കിൽ ആളുകൾ വീണ്ടും പലിശകളിലേക്കും മറ്റു ഹറാമുകളിലേക്കും പോകും. അതുകൊണ്ട് തന്നെ ഈ പലിശ ഇതൊന്നും ഇല്ലാത്ത രീതിയിൽ കടം കൊടുക്കുക. കടം കൊടുത്തിട്ട് ദിവസവും അവധിയും വെക്കുക. സാക്ഷി ഉണ്ടെങ്കിൽ എഴുതി വെക്കണം. വിശുദ്ധ ഖുർആൻ ഒരു ആയത്ത് ദൈനുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. നമ്മളത് എഴുതി വെച്ച് ശീലിക്കണം. പലതും അതിലൊരു ബർക്കത്തുണ്ടാവും. ഇത് എഴുതി നോക്കൂല, പിന്നെ അതിൻ്റെ പേരിൽ കച്ചറ, ഒരുപാട് പ്രശ്നങ്ങൾ അല്ലേ. എന്നാൽ കടം അത് കൊടുക്കുന്ന സമയത്ത് കൊടുക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം വിട്ടുവീഴ്ച മനോഭാവം അനിവാര്യമാണ്. ചിലപ്പോൾ ഈ പറഞ്ഞ സമയത്ത് തിരിച്ചു നൽകാൻ കടം വാങ്ങിയാൾക്ക് സാധിക്കൂല. അപ്പോൾ അവധി വീണ്ടും നീട്ടിക്കൊടുക്കുക. ഒരു ഹദീസിൽ കാണാം, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരാൾക്ക് അവധി നീട്ടിക്കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ, പറഞ്ഞ അവധി വീണ്ടും നീട്ടിക്കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ കടം മുഴുവൻ സദക്കയായി അള്ളാഹു രേഖപ്പെടുത്തി വെക്കുന്ന ഓരോ ദിവസവും അത് സദക്കയായി രേഖപ്പെടുത്തി വെക്കുമെന്നുള്ളതാണ്. എന്നാൽ ഇന്നത്തെ ഒരു ട്രെൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടം ഇങ്ങനെ വാങ്ങുന്ന കുറേ ആൾക്കാരെ കാണാം. കടം കൊടുക്കാൻ ആളുകൾക്ക് ഇന്ന് ഭയമാണ്. കടം കൊടുക്കാൻ, കാരണം അത് തിരിച്ചു കിട്ടുമെന്നുള്ള പേടിയാണ്. ബന്ധം മുറിഞ്ഞു പോകും. അതുവരെ ഉണ്ടായിരുന്ന ആ നല്ല സ്നേഹം ആളുകൾ പറയും കടം ചോദിക്കരുത്, കടം ചോദിച്ചാൽ നമ്മൾ തമ്മിലുള്ള ബന്ധം പോകുന്നത് യാഥാർത്ഥ്യമാണ്. കാരണം ചില ആളുകൾ കടം വാങ്ങിയിട്ട് കാണിക്കുന്ന ദ്രോഹം അത്രമാത്രമാണ്. ഒരുപാട് ആളുകളെ ബുദ്ധിമുട്ട്. കടം വാങ്ങിയിട്ട് അതിന് തിരിച്ചു വീട്ടാനുള്ള ഒരു ശ്രദ്ധയും ഇല്ലാതെ ഒരു അലസത കാണിക്കുന്ന ആൾ. റസൂലുള്ളാഹി പറഞ്ഞു, സമ്പത്ത് ഉണ്ടായിട്ട് കൊടുക്കാനാവതുണ്ടായിട്ട് സമ്പന്നനായ ഒരാൾ കടം വീട്ടിയിട്ടില്ലേ, അയാൾ കാണിക്കുന്നത് ദുൽമാണ്, അക്രമമാണ്. ചില ആയത്തുകളുടെയൊക്കെ വിശദീകരണത്തിൽ കാണാൻ ചില പണ്ഡിതന്മാർ പറഞ്ഞു, അങ്ങനെ അവസ്ഥ ഉണ്ടായിട്ട് ഒരാൾ കടം വീട്ടുന്നുണ്ടെങ്കിൽ അയാളെ മാനം കെടുത്താൻ പോലും അവകാശമുണ്ടെന്ന്. ശരിക്ക് മാനം കെടുത്താൻ പാടില്ല, പക്ഷേ ഇയാൾ കാണിക്കുന്ന ദ്രോഹത്തിൽ മാനം കെടുത്തിയാൽ അത് കുറ്റമാവില്ല എന്ന് പറഞ്ഞ ചില മുഫസ്സിറുകളുടെയൊക്കെ വരികൾ വായിക്കുമ്പോഴാണ് ഈ ഒരു വിഷയത്തിൽ അലസത കാണിക്കാതിരിക്കുക. കടം തന്ന ആൾ കാണിക്കുന്ന വിട്ടുവീഴ്ച മനോഭാവം തിരിച്ചു കൊടുക്കുന്ന വിഷയത്തിൽ അത് വാങ്ങിയ ആളും കാത്തു സൂക്ഷിക്കേണ്ടതാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ കാണുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ. നബിയുടെ ഇതുമായി ബന്ധപ്പെട്ട ധാരാളം ഹദീസുകൾ ജാബിർ ഇബ്നു അബ്ദുല്ല മുസന്നഫിൽ രേഖപ്പെടുത്തിയത് കാണാം. നബിയുടെ ഹജ്ജുകളെ സംബന്ധിച്ച്, നമസ്കാരങ്ങളെ സംബന്ധിച്ച് ഒക്കെ ധാരാളം ഹദീസുകൾ വേറെയും പല കൃതികളിലുമുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല കാത്തിരക്ഷിക്കുമാറാവട്ടെ. ഈ ഒരു രാവും ധന്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അള്ളാഹു എല്ലാവിധ സ്വലാത്തും സലാമും വർഷിപ്പിക്കുമാറാവട്ടെ. ജസാക്കുമുല്ലാഹു ഖൈറ വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.